ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇന്നലെ ടീമിനെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതിന്റെ 2 മണിക്കൂർ ശേഷമാണ് ആക്ച്വൽ ടീമിന്റെ ലിസ്റ്റ് BCCI പുറത്തുവിട്ടത്. എന്നാൽ ടീം സെലക്ഷനിൽ കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അജിത് അഗാക്കറുമായി അവസാനഘട്ട തിരഞ്ഞെടുപ്പിൽ വാക്കുതർക്കമുണ്ടായി എന്നും ഇതാണ് സ്ക്വാഡ് ലിസ്റ്റ് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് താമസമുണ്ടാകാനുള്ള കാരണമെന്നുമാണ് ഇന്ന് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനായി മുംബൈയിൽ നടന്ന സെലക്ഷൻ കമ്മിറ്റി യോഗം 2 മണിക്കൂറിലേറെ നീളാൻ കാരണമായത് 2ാം വിക്കറ്റ് കീപ്പറെ ചൊല്ലിയുള്ള തർക്കമാണെന്നാണ് പുറത്തുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ടീമിലെ 2ാം വിക്കറ്റ് കീപ്പറായി ഫോമിലുള്ള മലയാളി താരം സഞ്ജു സാംസനെ ടീമിലെടുക്കണമെന്ന് കോച്ച് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാക്കറും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഋഷഭ് പന്ത് തന്നെ തുടരട്ടെ എന്നുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഇത് സംബന്ധിച്ച് തർക്കമാണ് സെലക്ഷൻ കമ്മിറ്റി യോഗം 2 മണിക്കൂറിലേറെ നീളാനായി കാരണമായത്. തർക്കത്തിനൊടുവിൽ ഗംഭീറിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് സഞ്ജുവിന് പകരം ഋഷഭ് പന്തിനെ ടീമിലെടുക്കാനായി സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. അതേപോലെ ഹർദിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റനാക്കണമെന്നുള്ള കോച്ച് ഗൗതം ഗംഭീറിന്റെ ആവശ്യവും അഗാക്കറും രോഹിത്തും നിരസിച്ചു. വൈസ് ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലിനെയാണ് അഗാക്കറും രോഹിത് ശർമ്മയും പിന്തുണച്ചത്. അങ്ങനെ മീറ്റിംഗിനൊടുവിൽ വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വേണ്ടി ടീം ഇന്ത്യ പരിഗണിച്ചത്. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം അഗാക്കറും രോഹിത്തും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സഞ്ജുവിനെ ഒഴിവാക്കിയത് സംബന്ധിച്ച ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് അവസരം ലഭിച്ചില്ലായിരുന്നു. അതേസമയം സഞ്ജുവിനെതിരായ നിലപാട് കടുപ്പിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷനും രംഗത്തെത്തിയിരുന്നു. വിജയസാര ട്രോഫിക്ക് മുന്നോടിയായുള്ള പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സഞ്ജു നേരത്തെ അറിയിച്ചിരുന്നുവെന്നും ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നുമാണ് KCA അറിയിച്ചിരിക്കുന്നത്. ഒരു സീനിയർ താരം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല എന്നും ക്യാമ്പിൽ പങ്കെടുക്കാത്തവരെ വിജയസാര ട്രോഫിക്കായി പരിഗണിക്കാനാവില്ലെന്നും KCA പ്രസിഡന്റ് ജയേഷ് ജോർജാണ് ഇന്നലെ അറിയിച്ചത്. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മറ്റ് സീനിയർ താരങ്ങൾക്ക് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നതിന് അതത് സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾ നൽകുന്ന പരിഗണന തനിക്കും KCAയിൽ നിന്ന് ലഭിക്കണമെന്നുള്ള നിലപാടിലായിരുന്നു സഞ്ജു. എന്തായാലും ഇപ്പോൾ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും അതേപോലെ BCCI സെലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും സഞ്ജുവിന് തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. കോച്ച് ഗൗതം ഗംഭീറിന്റെ പിന്തുണ മാത്രം ഇവിടെ സഞ്ജുവിനെ തുണച്ചില്ല എന്ന് തന്നെ പറയേണ്ടതായി വരും. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.